ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മദ്യപിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഫ്രൂട്ട്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ? ഫ്രൂട്ട്സ് കഴിക്കൂ എന്നല്ലേ ഈ നാട്ടിലുള്ള സകല ഡോക്ടർമാരും പറയുന്നത്. ശരി, ഫ്രൂട്ട്സ് കഴിച്ചോളാം. ഇനിയിപ്പോ ഡോക്ടർമാരുടെ ശാപം വേണ്ടല്ലോ. എന്നാലും ഈ ബുദ്ധി എനിക്കെന്താ നേരത്തെ തോന്നാതിരുന്നത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ശംഭോ മഹാദേവ. തണുക്കട്ടെ. ഫ്രൂട്ട്സിനേക്കാൾ നല്ലത് ഫ്രൂട്ട് സലാഡാണ്. കൊത്തിയരിഞ്ഞ് തിന്നുമ്പോ കിട്ടുന്ന സുഖം ആഹാ, പരമാനന്ദം. പരമാനന്ദം. വിടേരി. ഇതാരാ ഇപ്പൊ ഇതിവിടെ മേടിച്ചോണ്ട് വന്നത്? ഞാൻ കണ്ടില്ലല്ലോ. ഓ, ആ ക്ലാരമ്മ പെണ്ണുപിള്ള ആയിരിക്കും. നാളെ ഉച്ചയ്ക്ക് തണ്ണിമത്തിന് അവിയലായിരിക്കും പരീക്ഷണം. ഈ നശിച്ച പെണ്ണുപിള്ളയും കൂടിയാ തോറ്റു. ഓളെ പറ്റിക്കാൻ ഇങ്ങനെയുണ്ടോ സാമർഥ്യം? ഓടെ ഒരു തണ്ണിമത്തൻ. അടിപൊളി അടിപൊളി തണ്ണിമത്തൻ. തണ്ണിമത്തനായാൽ ഇങ്ങനെ വേണം. ചുമ്മാതല്ലേ സായിപ്പന്മാരൊക്കെ 24 മണിക്കൂർ തണ്ണിമത്തൻ കഴിക്കുന്നു. അവർക്ക് ഭയങ്കര ശുഷ്കാന്തിയല്ലേ? ഇത് വല്ല നമ്മുടെ മലയാളിക്കുണ്ടോ? എന്താ കാരണം തണ്ണിമത്തൻ കഴിക്കാറില്ല? ഇനി എല്ലാ ദിവസവും തണ്ണിമത്തൻ കഴിക്കണം. എനിക്കും വേണമല്ലോ കുറച്ച് ശുഷ്കാന്തി. എന്റെ കണ്ണീരപ്പ ചതിച്ചോ ഗോമതി? നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്? ഈ തണ്ണിമത്തനെടുത്ത് നിന്നോട് ആരാടി പറഞ്ഞത്? ഈ വീട്ടിലിരിക്കുന്ന സാധനം എടുത്ത് കഴിക്കാൻ എന്നോട് ആരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഞാൻ ആരാണ് നിങ്ങൾക്കറിയാമോ? വെറും വേലക്കാരിയല്ല, ചെമ്പകശ്ശേരി ഗോമതി. ചെമ്പകശ്ശേരി ഗോമതി ദ ഗ്രേറ്റ്. ആളും തരവും കൊണ്ട് കളിക്കട വല്യപ്പ. വല്യപ്പനോ? വല്യപ്പൻ നിന്റെ മറ്റേ ഞാൻ മേടിച്ച തണ്ണിമത്തന്നെ എടുത്ത് കഴിച്ചാലും പോരാ, പിന്നെ വല്യപ്പൻ വിളിച്ച് അപമാനിക്കുന്നു. വല്യപ്പനെ പിന്നെ കുഞ്ഞപ്പാന്ന് വിളിക്കാൻ പറ്റൂ? എടോ കൊള്ള പരശുരാമോ, തന്റെ എല്ലാ തക്കിട തരികിടകളും എനിക്കറിയാം. ആളുകളെ പറ്റിച്ചു നടക്കുന്ന കള്ളസ്വാമി അല്ലോടോ താന്? മിണ്ടിപ്പോരുതാൻ. തന്റെ സർവ്വ ഹിസ്റ്ററിയും എന്റെ കയ്യിലുണ്ട്. ഹിമാലയത്തിൽ എന്ന് പറഞ്ഞ് താൻ പോകുന്നതേ പാലക്കാട്ടെ തന്റെ അച്ഛ വീട്ടിലേക്കല്ലോടോ? അയ്യോ ഗോമതി, പതുക്കെ പറ. അത് അച്ഛ വീടൊന്നും അല്ല. അപ്പൊ നിങ്ങക്ക് പേടിയുണ്ട് അല്ലേ? ചുമ്മാ ഇല്ലാ വചനം പറഞ്ഞ പേടിക്കാതിരിക്കോ? ഇല്ലാ വചനം പറയുമ്പോൾ എന്തിനാ പേടിക്കുന്നേ? ഉള്ള വചനം പറയുമ്പോ പേടിച്ചാ പോരെ? എല്ലാ വചനം പറയുമ്പോഴും പേടിക്കണം. കാലം വല്ലാത്തതാ. ഒരു കട്ടുറുമ്പ് വിചാരിച്ചാലും ഒരു കാട്ടാനെ വീഴ്ത്താൻ പറ്റും. എങ്കിൽ പരശുമാമൻ വീണു കഴിഞ്ഞു. ചെമ്പകശ്ശേരിയിലെ ഗോമതി വീഴ്ത്തി കഴിഞ്ഞു.
പരശുമാമന്റെ കഥയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ പറയട്ടെ. അതിനു മുമ്പ് ഒരു പീസ് തണ്ണിമത്തൻ അയ്യോ കൂടി വേണ്ട കഴിച്ചോട്ടെ. ഗോമതി, ഏ? ഇത് മാത്രം കഴിക്കരുത്. ഏ? അതെന്താ ഞാൻ കഴിച്ചാല്? ഞാൻ കഴിച്ചാൽ എന്തോ ഇറങ്ങില്ലേ? ബാല്യക്കാരിയായി വന്നാലും ഞാൻ ഈ വീടിന്റെ ഉടമേ. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് അർമാദിച്ചിടുമേ ഞാൻ. മാമ, എനിക്കെന്താ മാമ സംഭവിച്ചേ? അയ്യോ, എനിക്കെന്താ പറ്റിയേ? ഗോമതിക്കൊന്നുമില്ല. ഈ അടുത്ത കാലത്തൊന്നും ദുർഗാഷ്ടമിയും ഇല്ല, ഒരു പുല്ലുമില്ല. കൂൾ ഡൗൺ ഗോമതി, കൂൾ ഡൗൺ. എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ പച്ചവെള്ളം ഉണ്ടല്ലോ, എടുത്ത് കുടിക്കൂ. എനിക്ക് പച്ചവെള്ളം വേണ്ട, എനിക്ക് ചോര വേണം. ചോര. എന്റെ ഈശ്വര, വേണ്ട ഗോപതി, ഇത് കഴിക്കരുത്. ഇത് പാപത്തിന്റെ കനിയാണ്. എനിക്ക് പാവത്തിന്റെ കനിയാണ് ഇഷ്ടം. അത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാ. പക്ഷേ അരുത് ഗോമതി, അരുത്. പണ്ട് ഇതുപോലെ വിലക്കപ്പെട്ട കനി കഴിച്ചതിന്റെ ഫലമായിട്ടാണ് മനുഷ്യജീവികൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടത്. എന്തിനു വെറുതെ ഇനിയും ഒരു പരീക്ഷണം ഗോമതി? പരീക്ഷണങ്ങളിലൂടെ അല്ലേ മാമ ലോകം വളരുന്നത്? എനിക്ക് പരീക്ഷിക്കണം, എനിക്ക് പരീക്ഷിക്കണം, എനിക്ക് പരീക്ഷിക്കണം. ഗോമതി, എടീ, എന്റെ ഗോമതി, പറയുന്നത് കേൾക്ക് നീ. വീടില്ല, ഞാൻ വീടില്ല. ഇതെന്റെ മാത്രം പഴവാ. പ്രലോഭനങ്ങളിൽ വീഴരുത് ഗോമതി, വീഴരുത്. എടീ, ഇത് തിന്നരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? പഴവാണെന്ന് കഴിക്കാതെ നീ പറയും. എന്തായി കാണുന്നത്? സുഹൃതക്ഷയം, സുഹൃതക്ഷയം. ഇതൊരു വീടാണോ അതോ ആവാസന്മാരുടെ കേന്ദ്രമാണോ? അയ്യേ, നിർത്തേ. ഓടെ പറഞ്ഞോളെ ഞാൻ. വൃത്തികേട് കാണിച്ചിട്ട് വർത്താനം പറയുന്നോടാ. അമ്മ വിചാരിക്കുന്നല്ലോ നല്ല കാര്യങ്ങള്. മിണ്ടി പോവരുത്. ഈ വീടിന്റെ സംസ്കാരം ഇല്ലാതൊക്കെ കളഞ്ഞല്ലോടി. അല്ല, നിന്നെയൊക്കെ എന്തിനാ ഞാൻ കുറ്റം പറയുന്നത്? വെടിമരുന്നും തീപ്പെട്ടി ഒന്നിച്ചു ഞാനല്ലേ. ഓടെ പറഞ്ഞോളെ. ആയടക്കട. വായടക്കുന്നതിന് മുമ്പേ ആ വായിലിരിക്കുന്ന രണ്ടുപേരും പോയൊന്ന് കഴുകിട്ട് വാ. അയ്യെന്നോ? ഇപ്പോഴാണോ അയ്യേ ആണെന്ന് മനസ്സിലായത്? ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞല്ലേ ഇനി ഇത് ആവർത്തിക്കരുത്. ഈ വിവരം അങ്ങനെ അമ്മ അറിഞ്ഞ് ഇവിടെ വിപ്ലവം നടക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ അനുസരിച്ചില്ല. അനുഭവിച്ചോ? പെൺപിള്ള വേണ്ടതിനം പറഞ്ഞിട്ടാക്കിയാലുണ്ടല്ലോ. വേണ്ടതിനാണോടി? തെമ്മാടിത്തരം കാണിച്ചത് പോരാ, പിന്നെ ന്യായീകരിക്കാണോടി? അതെങ്ങനെയാ? സമയത്തിന് പിടിച്ച് കെട്ടിക്കാൻ രണ്ടും നിന്ന് തന്നില്ലല്ലോ. അന്ന് നിനക്കൊരു കല്യാണക്കാര്യം പറഞ്ഞപ്പോഴും നീ ഇത് തന്നെയാ പറഞ്ഞ്.